അല്ല, അതാ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇത് പ്രശ്നങ്ങളോടൊക്കെ CPM-ന് വ്യക്തമായ നിലപാടുണ്ട് ഓരോ പ്രശ്നത്തിലും. ആ നിലപാട് ഓരോ ഘട്ടത്തിലും വ്യക്തമാക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. ആ ഒരു സമീപനമാണ് പൊതുവെ നമ്മൾ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിലും അതങ്ങനെ കണക്കാക്കേണ്ടതുള്ളൂ. അല്ല, അതിലൊരു കേന്ദ്ര സർക്കാരിനോട് ഒരു നന്ദി പറയുന്നു എന്നുള്ളെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടു എന്ന് പറയുമ്പോൾ അതിലിത്ര മോശമായി കാണേണ്ട, അതിലിത്ര വിമർശിക്കേണ്ട കാര്യം എന്താണ്? ആര്? CPM തന്നെ, LDF എന്തിനാണ് ആ രീതിയിലുള്ള വിമർശനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഏത് വിഷയമുണ്ടാകുന്നു, ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടലുണ്ടായി, അതിൽ തങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്തിനാണ് വെറുതെ അതിലെ ഒരു വിമർശനത്തിന് ഇതിലേക്ക് പോകേണ്ട കാര്യം എന്താണ്? അത് പ്രശ്നത്തിന്റെ മെറിറ്റ് വെച്ചാണ് പരിശോധിക്കേണ്ടത്. അത് കേവലം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം എന്നുള്ള നിലയിലല്ല, ഒരു പ്രശ്നത്തോടെടുക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ട്. ഇതിപ്പോൾ അവിടുത്തെ ഈ കന്യാസ്ത്രീകൾക്ക് നേരെ അതിക്രമമുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ലേ? അപ്പം അതിനോട് ആ സംഭവത്തോടുള്ളൊരു പ്രതികരണത്തിൻ്റെ പ്രശ്നമുണ്ട്. അതാണ് ഈ കാര്യത്തിലെടുക്കുക. ഇപ്പം തന്നെ കേരളം വലിയ തോതിലുള്ള പ്രശ്നങ്ങളെ നേരിടുകയാണ്. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇന്നിപ്പം മത്സ്യത്തൊഴിലാളികൾ അവരിപ്പോൾ സമരം വരികയാണല്ലോ, ഇവിടെ സമരം നടത്തുകയാണല്ലോ. ആ സമരത്തിന് അടിസ്ഥാനമായ ചില പ്രശ്നങ്ങളുണ്ട്. അമേരിക്കൻ നിലപാടിന് വിധേയത്വം പ്രകടിപ്പിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ്. അമേരിക്കക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കാനും തയ്യാറാവുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതു മുതൽ ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു വിദേശ നയമുണ്ട്. ആ നയങ്ങളിൽ നിന്നെല്ലാം ഇന്നത്തെ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും വ്യതിചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള അമേരിക്കയുടെ തീരുവ വർധനവുമായി ബന്ധപ്പെട്ട് തീരുവയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യക്ക്, കേരളത്തിന് ഇവിടെ നമുക്കുണ്ടായിരുന്നത് 25%. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി എന്നുള്ള കാരണത്താൽ അത് 50% മാറ്റുകയാണ് അമേരിക്ക. ഇതിനെക്കുറിച്ചൊരു പ്രതികരണം പറയണ്ടേ? അതിൽ അവർ പറയുന്ന ഒരു മറുപടിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ സമീപിക്കാൻ പറ്റുമോ? ഇതൊരു നയത്തിൻ്റെ പ്രശ്നമാണ്. ആ നയത്തിൻ്റെ പ്രശ്നത്തിലുള്ള നിലപാടാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ വ്യക്തമാക്കുന്നത്. അവിടെ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ അക്രമം നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ ആക്രമണം നടക്കുകയാണ്. ആ ആക്രമണങ്ങൾ നടത്തുന്നതിന് എതിരായിട്ട് പറയാനോ പ്രതികരിക്കാനോ, ഇത് തെറ്റാണ്, ഇത് അമർച്ച ചെയ്യണം എന്നുള്ള നിലപാട് പറയാനോ ആരുണ്ട്? അതിന് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമില്ലേ? മണിപ്പൂരിൽ നമ്മൾ കണ്ടത് അതല്ലേ, ആ നിലപാടല്ലേ? മണിപ്പൂരിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രതികരിച്ചോ? ജനങ്ങളെ വിഭജിച്ച് ജനങ്ങളെ പരമാവധി തകർക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇവിടെ RSS സംഘപരിവാർ ശക്തികൾ നേതൃത്വം നൽകുന്ന മതരാഷ്ട്രവാദികളാണ് ഇന്ത്യയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് എത്ര നിഷേധിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കേരളത്തിൽ കുറച്ചുകൂടി തീവ്രമായി വരികയാണ് പ്രശ്നങ്ങൾ. ഇവിടെ ജമായത്ത്, SDPI മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ്. അവരുമായി സഹകരിക്കുന്ന നിലപാട് കേരളത്തിലെ UDF സ്വീകരിക്കുകയാണ്. എങ്ങനെ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടും? വർഗീയതയ്ക്കെതിരായ നിലപാടെങ്ങനെ ശക്തമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും? മതരാഷ്ട്രവാദം എന്നുള്ളത് വർഗീയതയുടെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലപാടുകൾ പറയുന്നത്. അതുകൊണ്ട് ഇത് ജനവിരുദ്ധമായതുകൊണ്ടാണ് ഇതിനെ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശക്തമായിട്ട് എതിർക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രശ്നം.